അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഒരിക്കൽ കൂടി മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ട്രഡീഷണൽ ഡിഷായ അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ഉമ്മച്ചി പെട്ടെന്ന് ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റിയുമാണ്, ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 കപ്പ് മട്ടേരിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര 3 എടുത്തിട്ടുള്ളത്. തേങ്ങ 1 കപ്പ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അരി വറുക്കാൻ വേണ്ടിയിട്ട് പഴയ ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവും നല്ലത്. കാരണം പുതിയ പാനൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പഴയ ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് നല്ല ചൂടായ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ചൂടായി അരിയൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം ഓരോ അരി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഓരോ അരി ഇങ്ങനെ പൊട്ടി വരുന്നത്. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കട്ടൻ ചായയിൽ ഈ അരിമണി മാത്രം വറുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതൊന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ശർക്കരയും ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിമണി കുറേശ്ശെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരിമണിയും പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിയണം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വെറും അരിമണി പൊടിച്ചതും തേങ്ങയും ശർക്കരയും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇതിൽ ടേസ്റ്റിന് ചേർക്കാം. അത് അവനവൻ്റെ ഇഷ്ടമാണ്. ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതായത് ഇതുപോലെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ചിലവർ ഇതിലേക്ക് കാഷ്യൂനട്ട് വറുത്ത് പൊടിച്ചിട്ട് അതും ചേർക്കാവുന്നതാണ്. എനിക്ക് കാഷ്യൂൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വറുത്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ വളരെ ടേസ്റ്റിയാണ്, ഒരു നൊസ്റ്റാൾജിക് അനുഭവമാണ്. അപ്പം മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.